ഗുഡ് മോർണിംഗ്. ഐറിൻസ് ടെക്നോളജീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കാക്കനാടുള്ള ഓഫീസിൽ നിന്നാണ്. നമ്മൾ എല്ലാവിധ സെൻസറുകളും ഇപ്പോൾ ഏത് കമ്പനിയുടെ പൊല്യൂഷൻ മെഷീൻ ആയിക്കോട്ടെ അതിൻ്റെ എല്ലാം അതിൻ്റെ മെയിൻ സെൻസറുകൾ, ബെഞ്ചുകൾ, RPM സെൻസറുകൾ എല്ലാം ചിപ്പ് ലെവൽ സർവീസ് ചെയ്യുന്ന കമ്പനിയാണ്. പിന്നെ പൊല്യൂഷൻ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും റെഫറൻസുകൾ, ഗൈഡ് ലൈൻസിനൊക്കെ ആവശ്യമുള്ളവർ നമ്മളെ സമീപിക്കാവുന്നതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്, ഇപ്പോൾ നമ്മുടെ പരിവാഹൻ സൈറ്റിൽ എപ്പോഴും OTP വരുന്ന OTP ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. പരിവാഹൻ സൈറ്റ് മാത്രമല്ല, ഇതുപോലെയുള്ള മിക്കവാറും സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വെബ്സൈറ്റുകളിലെല്ലാം ഇങ്ങനെ OTPകൾ, പാസ്വേഡൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ റിഫ്രഷ്മെൻറ്റ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കും. സെക്യൂരിറ്റി ഇഷ്യൂസിന് വേണ്ടിയിട്ടാണ് ഈ ക്യാപ്ചയൊക്കെ ഉൾപ്പെടുത്തിയേക്കുന്നത്. കൂടുതൽ സെക്യൂരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് സൈറ്റിന്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്ത് നമുക്ക് എപ്പോഴും ഈ OTP ചോദിക്കുക, അല്ലെങ്കിൽ ഇതുപോലെ ക്യാപ്ച അടിക്കുക, യൂസർ നെയിം അടിക്കുക, പാസ്വേഡ് അടിക്കുക എന്നുള്ളത് ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് അതിനുള്ളൊരു സിമ്പിൾ സൊല്യൂഷനാണ്. അത് ഈ ക്രോം ബ്രൗസർ ഉപയോഗിക്കുമ്പോഴാണ് ഇത് നമുക്ക് സിമ്പിളായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ഈ OTP അധികം വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് അടിക്കാതെ ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാൽ അത് ഈവനിങ് വരെ കണ്ടിന്യൂ ചെയ്തു പോകാനായിട്ട് നമുക്ക് എങ്ങനെ ഈ സൈറ്റിൽ അപ്ലൈ ചെയ്യാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടത്, നമ്മുടെ മെയിൽ ഓപ്പൺ ചെയ്യാം. നമ്മുടെ Gmail ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ഇതെടുക്കാം, ഗൂഗിൾ എടുക്കാം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം, മുകളിൽ കുത്തുകൾ കാണാം. ഇപ്പോൾ എൻ്റെ മെയിലാണ് ഇവിടെ ഓപ്പൺ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ മുകളിൽ കുത്തുകളായിട്ടുള്ളതുണ്ട്. ഇതെടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും അടിയിലായിട്ട് കണ്ടോ ക്രോം വെബ് സ്റ്റോർ എന്ന് പറഞ്ഞിട്ട് ക്രോം വെബ് സ്റ്റോർ കാണാൻ പറ്റും. ഈ ക്രോം വെബ് സ്റ്റോറിൽ ഇപ്പോൾ എത്തിക്കഴിഞ്ഞു. ഈ ക്രോം വെബ് സ്റ്റോറിൽ നമുക്ക് ആവശ്യമുള്ളത്, ഇത് ഓട്ടോമാറ്റിക് റിഫ്രഷ്മെൻറ്റ് നടക്കാനുള്ള സോഫ്റ്റ്വെയറാണ്, ഒരു ആപ്ലിക്കേഷനാണ് ആവശ്യമുള്ളത്. ഇപ്പോൾ ഓട്ടോ റിഫ്രഷ് എന്നുള്ളത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ മൂന്നാമതായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ, ഓട്ടോ റിഫ്രഷ് പ്ലസ് എന്നുള്ളത്. അതാണ് നമുക്ക് വേണ്ടത്, അതെടുക്കുക. ഇപ്പം വന്നിട്ടുണ്ട് ഓട്ടോ റിഫ്രഷ് പ്ലസ് എന്നുള്ള പേജ് മോണിറ്റർ എന്നുള്ള ഈ സൈറ്റ് വന്നു. അപ്പോൾ ഇതിനെ നമ്മുടെ ക്രോമിലേക്ക് ആഡ് ചെയ്യുക, അതായത് നമ്മുടെ വെബ് ബ്രൗസറിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൻ്റെ അത് കുറേ സെറ്റിങ്സുകളുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെറ്റിങ്സിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഇതിൻ്റെ ക്രോമിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് എക്സ്റ്റൻഷൻ എന്ന് പറഞ്ഞ് വരും. എന്നിട്ട് ടേൺ ഓൺ സിങ്ക് എന്ന് ചോദിക്കുന്നുണ്ടോ, നമ്മുടെ ഇതുമായിട്ട് ഇതിനെ സിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിലേക്ക് സിങ്ക് ചെയ്ത് കൊടുത്തു. അപ്പം അതിനകത്ത് ചോദിക്കുകയാണ് ടൈം ഇൻ്റർവെൽ, എത്ര മിനിറ്റ് കൂടുമ്പോഴാണ് അല്ലെങ്കിൽ എത്ര സെക്കൻഡ് കൂടുമ്പോഴാണ് ഇതിങ്ങനെ ഓട്ടോ റിഫ്രഷ്മെൻറ്റ് നടക്കേണ്ടത്. അപ്പോൾ ഈ റിഫ്രഷ്മെൻറ്റ് നടന്നു കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ അടിച്ച യൂസർ നെയിം അല്ലെങ്കിൽ പാസ്വേഡ് അല്ലെങ്കിൽ OTP ആ വെച്ച സംഭവം നമ്മളറിയാതെ തന്നെ ഒന്ന് റിഫ്രഷ്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ റിഫ്രഷ്മെൻറ്റ്, അതായത് ഈ കമ്പ്യൂട്ടർ തന്നെ ഓട്ടോമാറ്റിക് ഈ ബ്രൗസർ തന്നെ റിഫ്രഷ്മെൻറ്റ് നടത്തുന്നതുകൊണ്ട് നമുക്ക് വീണ്ടും ഈ OTP അടിക്കേണ്ടി വരില്ല. OTP അല്ലെങ്കിൽ യൂസർ നെയിം പാസ്വേഡ് ഒന്നും അടിക്കേണ്ടി വരില്ല. ഈ റിഫ്രഷ്മെൻറ്റിൽ അതങ്ങോട്ട് ഓട്ടോമാറ്റിക് ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു ടൈം പീരീഡ് ഇവിടെ ചോദിക്കുന്നുണ്ട്, എത്ര സമയം കൂടുമ്പോഴാണ്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റോ അല്ലെങ്കിൽ ഒരു 10 മിനിറ്റോ ഇവിടെ കൊടുക്കുക. അത് ഇവിടെ സെക്കൻഡാണ്, അതനുസരിച്ചുള്ള ഇതിവിടെ കൊടുക്കുക. ഈ 12 എന്നുള്ളത് മാറ്റിയിട്ട് എത്ര സെക്കൻഡ് ആകുമ്പോഴാണ് നമുക്കിപ്പോൾ വേണമെങ്കിൽ 500-300 സെക്കൻഡ് കൂടുമ്പോഴോ അതിവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ എനേബിൾ വിഷ്വൽ ടൈമറുണ്ട്. ഈ എനേബിൾ വിഷ്വൽ ടൈമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു ഐക്കൺ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്കതിനെ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ടാവും ഈ എനേബിൾ വിഷ്വൽ ടൈമർ കൊടുത്തു കഴിഞ്ഞാൽ.
ഉണ്ടോ. പിന്നെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് സ്റ്റോപ്പ് റിഫ്രഷ് ഓൺ യൂസർ ഇൻട്രാക്ഷൻ. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വർക്ക്, അതായത് ഇപ്പോൾ ഒരു പരിവാഹൻ സൈറ്റിൽ നമ്മളിപ്പോൾ ഒരു വണ്ടി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിവാഹൻ സൈറ്റിൽ തന്നെ പല ആപ്ലിക്കേഷൻസ് ഉണ്ടല്ലോ, എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇത് റിഫ്രഷ്മെൻറ്റ് നടന്ന എന്തായി നമുക്കത് ചെയ്യാൻ പറ്റാതെ ഇപ്പോൾ. അപ്പോൾ അതുകൊണ്ട് സ്റ്റോപ്പ് റിഫ്രഷ് ഓൺ യൂസർ ഇൻട്രാക്ഷൻ എന്നുള്ളത് ഓണാക്കി വെക്കുക. അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് റിഫ്രഷ്മെൻറ്റ് നടക്കാൻ പാടില്ല, അതുകൂടെ കൊടുക്കുക. അപ്പോൾ ഇത്രയും സെറ്റിങ്സാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ കൊടുക്കേണ്ടത്. ഇത്രയും സെറ്റിങ്സ് കൊടുത്തു. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇതിൽ സെറ്റായി, അതായത് ഈ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓട്ടോ റിഫ്രഷ് ഇത് ഇൻസ്റ്റാൾഡ് എന്ന് ഇവിടെ കാണിക്കുന്നുണ്ടോ, ഓട്ടോ റിഫ്രഷ് പ്ലസ് ഓട്ടോമാറ്റിക് വിത്ത് പേജ് മോണിറ്റർ ഇൻസ്റ്റാൾഡ്. അപ്പോൾ നമുക്ക് നമ്മുടെ സൈറ്റിൽ അത് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പരിവാഹൻ സൈറ്റോ ഏത് സൈറ്റ് എടുത്ത് നോക്കിയാലും അതിൻ്റെ മുകളിലൊരു ഐക്കൺ പോലെ വന്ന് നിൽക്കും, ഉണ്ടോ, ഒരു ഐക്കൺ. അപ്പോൾ നമ്മുടെ എക്സ്റ്റൻഷനുകൾ ഇവുണ്ടോ, ഓട്ടോ റിഫ്രഷ് എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഏത് സമയത്ത് ഉണ്ടാകും. അപ്പോൾ ആ ഐക്കൺ ഇവിടെ വരണം വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്തപ്പോൾ തന്നെ ഇതുപോലെ ഡെസ്ക്ടോപ്പിൽ വേണമെന്നുള്ളത് ചോദിച്ചപ്പോൾ അത് എനേബിൾ കൊടുത്തുകൊണ്ടാണ് ഇവിടെ വന്നത്. ഇനിയിപ്പോൾ എപ്പോഴാണോ നമുക്കിത് ആവശ്യമുള്ളത്, അതായത് നമ്മളിപ്പോൾ ഒരു വണ്ടി ചെക്ക് ചെയ്തു, ആ വണ്ടി പോയി കഴിയുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളിവിടെ സ്റ്റാർട്ട് കൊടുത്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വണ്ടി വരുന്നോടം വരെ എന്ത് ചെയ്യും, ഇത് ആ സമയമാകുമ്പം കറക്റ്റ് അത് എന്താണ് റിഫ്രഷ്മെൻറ്റ് നടന്നോളും. റിഫ്രഷ്മെൻറ്റ് നടക്കുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളോട് OTPയോ യൂസർ നെയിമോ പാസ്വേഡോ ഒന്നും ചോദിക്കത്തില്ല. അപ്പം അത് എത്രയാണ്, ഇപ്പോൾ നമ്മളിവിടെ 5 ഉണ്ടാവും, ഇവിടെ ഞാനിപ്പോൾ 5 മിനിറ്റാണ് കൊടുത്തത്, കണ്ട അതിൻ്റെ ടൈം ഇൻ്റർവെൽ ഇവിടെ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇനി ഈ 5 മിനിറ്റിനുള്ളിൽ അത് തന്നെ റിഫ്രഷ്മെൻറ്റ് നടന്നോളൂ. അപ്പോൾ നമുക്ക് യൂസർ നെയിമോ പാസ്വേഡുകളോ ഒന്നും OTP ഒന്നും കൊടുക്കണ്ട. അത് കഴിഞ്ഞ് വീണ്ടും 5 മിനിറ്റ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും, വീണ്ടും അത് ഓട്ടോമാറ്റിക്കായിട്ട് റിഫ്രഷ്മെൻറ്റ് നടക്കും. ഇനി അതിൻ്റെ ഇടയ്ക്ക് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് പരിവാഹൻ സൈറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ സമയത്ത് ഈ റിഫ്രഷ്മെൻറ്റ് നടക്കില്ല. അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ വണ്ടി ചെയ്ത് പോയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ നമ്മളൊരു ആക്ടിവിറ്റീസിൻ്റെ അത് ചെയ്ത് കഴിഞ്ഞ് പോയി കഴിയുമ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ഈ ഐക്കണിൽ പോയിട്ട് ഇവിടെ പോയി സ്റ്റാർട്ട് ചെയ്യണം. കാരണം അത് ഓരോ ആക്ടിവിറ്റി കഴിയുമ്പോഴോടി സ്റ്റോപ്പായി. പിന്നെ അടുത്ത ഇത് വരുമ്പോൾ വീണ്ടും ഇവിടെ പോയിട്ട് ഈ ഐക്കണിൽ പോയിട്ട് വീണ്ടും റിഫ്രഷ് ഉണ്ട്, ഈ എക്സ്റ്റൻഷനിൽ പോയിട്ട് എടുത്ത് നമ്മുടെ ഓട്ടോ റിഫ്രഷ് എടുക്കുക. അത് വീണ്ടും ഇതിപ്പോൾ റണ്ണിങ്ങിലായതുകൊണ്ട് അവിടെ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇവിടെ സ്റ്റാർട്ട് സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കുള്ള മെച്ചം എന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ OTPൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ക്യാപ്ചയുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ യൂസർ നെയിമിൻ്റെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ പാസ്വേഡിൻ്റെ പ്രശ്നങ്ങൾ അതുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് രാവിലെ ഒരു പ്രാവശ്യം കൊടുത്താൽ മതി, ബാക്കി ഈവനിങ് വരെ ഇതിങ്ങനെ റിഫ്രഷ്മെൻറ്റ് ഓട്ടോ റിഫ്രഷായിട്ട് നടന്നോളൂ. അപ്പോൾ ഇത് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് ഈ ഒരു പ്രത്യേകിച്ച് ഈ പരിവാഹൻ സൈറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല. ഇതിങ്ങനെ OTP ചോദിക്കുന്ന എല്ലാ സ്ഥലത്തും, അല്ലെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് യൂസർ നെയിം പാസ്വേഡുകൾ ഇങ്ങനെ വീണ്ടും ചോദിക്കുന്ന എല്ലാ സ്ഥലത്തും ഇത് ആപ്ലിക്കബിളാണ്. ഇത് ക്രോമിലാണ് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഉള്ളത്. ഇപ്പോൾ ക്രോം യൂസ് ചെയ്യുന്നവർക്ക് മാത്രമായിരിക്കും ഇത് ആപ്ലിക്കബിളായിട്ട് വരിക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ ഈ വീഡിയോ പരമാവധി ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക്സ്.